നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ ഹോർമോൺ തകരാറുകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം രേഷ്മയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ എന്തെല്ലാം പറയാമോ? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടും നമ്മുടെ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ഓഫ് ഹോർമോൺസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പല രീതിയിലുള്ള ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പോൾ തലയിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, കഴുത്തിലേക്ക് വരുവാണെങ്കിൽ തൈറോയിഡ്, പാരാതൈറോയിഡ്, താഴോട്ട് അഡ്രിനൽ, പിന്നെ ടെസ്റ്റിസ്, ഓവറി, പാൻക്രിയാസ്, ഇതെല്ലാം തന്നെ ഗ്രന്ഥികളാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങളും കുട്ടികളിൽ മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒ പിയിലോട്ട് കുഞ്ഞുങ്ങൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഹൈറ്റ് കുറവ്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ സ്തനവളർച്ച വന്നിട്ടില്ല, അല്ലെങ്കിൽ ആർത്തവം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അത് നേരത്തെ തുടങ്ങി എന്നുള്ള പ്രശ്നം, അല്ലെങ്കിൽ എല്ലിൻ്റെ പ്രശ്നങ്ങളായ റിക്കറ്റ്സ് എന്ന് പറയും, അതായത് വളഞ്ഞിരിക്കുന്ന എല്ലുകൾ. അപ്പം പിന്നെ പഞ്ചസാരയുടെ അസുഖം, ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത്, ഇൻസുലിൻ വേണ്ടി വരുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസും ഇപ്പോൾ അമിതവണ്ണം കൂടിയിരിക്കുന്നത് കാരണം വളരെയധികം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറേ ഉണ്ട്, എന്നാലും ഇതൊക്കെയാണ് സാധാരണമായിട്ടും കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ. ഇപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്തുള്ള വളർച്ചയെക്കുറിച്ചും വളർച്ചക്കുറവിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ വളരെ കോമൺ ആയിട്ട് അമ്മയും അച്ഛനും നമ്മുടെ അടുത്തോട്ട് വരുന്ന കുട്ടിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് അവരുടെ ഹൈറ്റ് കറക്റ്റ് ആണോ, കൂടുതലാണോ, കുറവാണോ എന്ന് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റ് വെച്ച് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, മിഡ് പാരൻ്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇതിനുള്ള ചാർട്ട്സ് അവൈലബിൾ ആണ്, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ചാർട്ട്. അപ്പോൾ നമ്മളൊരു കുട്ടി വരുമ്പോൾ ആദ്യം തന്നെ ആ കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്യും, അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റ് മെഷർ ചെയ്യും. എന്നിട്ട് ആ മെഷർമെൻറ്റ് നമ്മൾ ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് 18 വയസ്സാകുമ്പോൾ കുട്ടിക്ക് എത്രയാണോ ഹൈറ്റ് വരേണ്ടത് അത് അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റ് വെച്ചിട്ട് ഒരു മെഷർമെൻറ്റും പ്ലോട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ലൈനിൽ കുട്ടി മേലെയാണോ താഴെയാണോ എന്നെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ കുട്ടിയുടെ ഹൈറ്റ് നോർമലാണോ കുറവാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് പല അസുഖങ്ങൾക്ക് കാരണം. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അമിതവണ്ണം എന്നത്. അത് കുഞ്ഞുങ്ങളിലും ഇപ്പോൾ സ്വാഭാവികമായി കാണുന്ന രീതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിലൊരു അമിതവണ്ണം കണ്ടുവരുന്നത്? നമുക്കിതിനെ ഏതൊക്കെ രീതിയിൽ തടയാൻ സാധിക്കും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒ പിയിൽ വളരെയധികം കണ്ടുവരുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളിലുള്ള പൊണ്ണത്തടി. അപ്പോൾ പൊണ്ണത്തടിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, കുറവ് വ്യായാമം ചെയ്യുന്നു, അത് തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ 5 വയസ്സിന് താഴെ തന്നെ കുഞ്ഞിൽ വണ്ണം കണ്ടു തുടങ്ങുവാണ്, ആ കുഞ്ഞിന് മാനസികമായി, അതായത് ബുദ്ധി വളർച്ച അത്ര ഇല്ല എങ്കിൽ നമുക്ക് ജനറ്റിക് കോസസ് ഓഫ് ഒബിസിറ്റിയും ആലോചിക്കണം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡ് കഴിക്കലും വ്യായാമം കുറഞ്ഞ് കാണപ്പെടുന്നതും കാരണമാണ് പൊണ്ണത്തടി ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ ഹോർമോൺ വ്യതിയാനത്തിനെ കുറിച്ച്. അതിലേറ്റവും വലിയൊരു എക്സാമ്പിളാണ് തൈറോയ്ഡ് എന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് തൈറോയ്ഡ് വരുന്ന ഒരു സാധ്യത എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഇപ്പോൾ ജനിച്ച കുഞ്ഞിന് തൈറോയ്ഡ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ടോ? അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് തൈറോയിഡ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുറവാണ്, ആ ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം സംഭവിക്കാനുള്ള വളരെ ഹൈ റിസ്ക് ആണ്. അപ്പോൾ അത് വളരെ ഒരു ട്രീറ്റബിൾ കോസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയാണ്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ നമ്മൾ സാധാരണമായിട്ടും കുഞ്ഞ് ജനിച്ചൊരു 48 തൊട്ട് 72 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളിൽ മസ്റ്റായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഡോക്ടർ വിടുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല, അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ജനറ്റിക്കലി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഈ കുഞ്ഞുങ്ങൾക്ക്? തൈറോയിഡ് പലതരത്തിൽ, ഇപ്പോൾ ഗ്രന്ഥി ഇല്ലാതെ, അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഗ്രന്ഥി ഇല്ലാത്തൊരവസ്ഥ കാരണമായിരിക്കാം തൈറോയിഡ് വരുന്നത്, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാകാം, എൻസൈംസിൻ്റെ പ്രശ്നങ്ങളാകാം. അപ്പോൾ തൈറോയിഡ് ഹോർമോൺ സിന്തസിസ് നടക്കുന്നില്ല, അങ്ങനത്തെ ചില അസുഖങ്ങൾ ജനിതകമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ അസുഖങ്ങളും ജനിതക കാരണങ്ങൾ കൊണ്ടല്ല തൈറോയിഡിൻ്റെ. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്, ഇപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ശാരീരികമായി ഉണ്ടാകുന്ന പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ആർത്തവ പ്രായമായിട്ടും ചില കുട്ടികളിൽ ആർത്തവം വരാത്തൊരു സാധ്യതയുണ്ട്. അവർ വളരെ ലേറ്റ് ആകുന്ന, ഒരു പ്രായം കഴിഞ്ഞിട്ടും നമ്മൾ പീരീഡ്സ് ആകുന്നില്ല.
അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, മാത്രമല്ല ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? അപ്പോൾ സാധാരണമായും ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു പെൺകുട്ടിയിൽ സ്തന വളർച്ച, അപ്പോൾ ഒരു 13 വയസ്സായിട്ടും ഒരു കുഞ്ഞിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങിയിട്ടില്ല ഒരു പെൺകുട്ടിയിലെങ്കിൽ നമ്മളത് വളരെ ഗൗരവത്തോടെ കണ്ട് ഒരു ഡോക്ടറിനെ എന്തായാലും കാണണം. പിന്നെ 15 വയസ്സായിട്ടും ആർത്തവത്തിൻ്റെ ഒരു തുടക്കം വന്നിട്ടില്ല എങ്കിലും നമ്മൾ കാണണം. അപ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് കാരണം കൊണ്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു 13 വയസ്സായിട്ടും സ്തന വളർച്ചയൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറിനെ കാണണം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ സംസാരിച്ചത് പീരീഡ്സ് ലേറ്റ് ആവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു എന്താണ് പറയുക, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിത ശൈലിയിലെ ഒരു മാറ്റമായിരിക്കാം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിലേഡ് പ്യൂബർട്ടിയാണ്. അതേപോലെ ഇപ്പം പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, അതായത് നേരത്തെ തന്നെ ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കണ്ടു തുടങ്ങുക. അപ്പോൾ യൂഷ്വലി 8 വയസ്സിന് മുമ്പ് ഇതൊന്നും കാണേണ്ടതല്ല. അപ്പോൾ 8 വയസ്സ് കഴിയുമ്പോൾ നോർമലി ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നേരത്തെ ആർത്തവം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഹൈറ്റിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു വളരെ കൊച്ചുകുട്ടി 9 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ആ കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം 8 വയസ്സിന് മുമ്പുള്ള സ്തന വളർച്ച എന്തായാലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്, ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ദിവ്യയാണ്. ദിവ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ ദിവ്യ, പറഞ്ഞോളൂ. ഹലോ മാഡം, കുഞ്ഞിനിപ്പോ 1 വയസ്സായി, ഓഗസ്റ്റ് 3 ആയപ്പോൾ. പക്ഷെ കുട്ടിക്ക് ആവശ്യമുള്ള ഹൈറ്റ് ഇല്ല. നമ്മളൊരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഹോർമോൺ ടെസ്റ്റുകളും എല്ലാം ചെയ്തു, തൈറോയിഡും എല്ലാം. അപ്പൊ എല്ലാം നോർമലാ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഡോക്ടർ ഒരു സപ്ലിമെന്റ് ആയിട്ടൊരു മരുന്ന് 3 മന്ത്സ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിച്ചതിന് ശേഷം വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ സാധാരണമായിട്ട് 1 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ ഒ പിയിലോട്ട് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ ഹൈറ്റ് നോക്കുന്നു, അച്ഛൻ്റെ അമ്മയുടെ ഹൈറ്റ് വെച്ച് ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് നോർമൽ ആണെന്ന് കാണുവാണെങ്കിൽ ഞാനൊരു 3 to 6 മാസം ആ കുട്ടിയുടെ വളർച്ച, അതായത് വന്ന സമയത്ത് ഞാനൊന്ന് ഹൈറ്റ് നോക്കിയിട്ടുണ്ടാവുമല്ലോ, പിന്നെയും ഞാൻ 3 to 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ ഹൈറ്റ് നോക്കും. എന്നിട്ട് അത് എത്ര കൂടുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കണം. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ ചെയ്ത ടെസ്റ്റുകളെല്ലാം നോർമൽ ആണെന്നാ പറഞ്ഞത്. കുഞ്ഞ് ജനിച്ചപ്പോൾ എത്ര തൂക്കം ഉണ്ടായിരുന്നു? കുഞ്ഞ് ജനിച്ച സമയത്ത് 2,750 ആയിരുന്നു വെയിറ്റ്. അത് നോർമലാണ്. അപ്പോൾ ഈ എല്ലാം കൂടെ എന്താ പറയുക, ഒരുമിച്ച് നിർത്തിയിട്ടേ നമുക്കൊരു ഉത്തരം തരാൻ പറ്റുള്ളൂ. ഇപ്പം 3 മാസമായിട്ടും വളർച്ച കൂടുന്നില്ല എങ്കിൽ അതെന്തായാലും ഒന്നും കൂടെ നോക്കേണ്ടി വരും. അപ്പൊ ഡോക്ടർ നമുക്ക് നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്യാമല്ലോ? പിന്നെ എന്തുകൊണ്ടും നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിലാണ് എൻഡോക്രൈനോളജി ഒ പി ഡി ഉള്ളത്. ശനിയാഴ്ച ദിവസവും കുഞ്ഞുങ്ങളുടെ ഒ പി ഡി ഉണ്ട് മെഡിക്കൽ കോളേജിൽ. ശരി, പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഉയരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ചാർട്ട് തയ്യാറാക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചികിത്സാ രീതികളാണ് നിങ്ങൾ എടുക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ, അതായത് കുഞ്ഞിൻ്റെ പോഷകം എങ്ങനെയാണെന്നാണ് ആദ്യം നോക്കുന്നത്. തൂക്കക്കുറവും ഹൈറ്റ് കുറവും രണ്ടും ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ പോഷകം, അതായത് കഴിക്കുന്നത് ശരിയല്ലാത്തതായിരിക്കാം ഒരു റീസൺ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലൈൻ ഓഫ് ടെസ്റ്റ്. അപ്പോൾ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. യൂഷ്വലി ഡെയിലി ഇഞ്ചെക്ഷൻസ് ആണ് കൊടുക്കാറുള്ളത്. വീക്ക്ലി ഇഞ്ചെക്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊന്ന്. പിന്നെ തൈറോയിഡിൻ്റെ ഡിസോർഡർ, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ളൊരു സാഹചര്യത്തിലും ഹൈറ്റ് കുറയാം. അപ്പോൾ തൈറോയിഡ് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പം പല രീതിയിലുള്ള ഹൈറ്റ് പ്രശ്നങ്ങളും വരാം. എന്നാലും വളരെ ലളിതമായി പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിക്ക് ഗ്രോത്ത് ഹോർമോൺ കൊടുക്കും, തൈറോയിഡ് ഡെഫിഷ്യൻസിക്ക് തൈറോയിഡ് ഹോർമോൺ കൊടുക്കും. ഡോക്ടർ, ഇപ്പോൾ ചില ആൺകുട്ടികൾക്കും ഇത്തരത്തിൽ ഈ സ്ഥാന വളർച്ച കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനം തന്നെയായിരിക്കുമോ അതിനുമുള്ള കാരണം? അതെ, അപ്പോൾ വളരെ കോമൺ ആയിട്ട് അമ്മമാർ കൊണ്ടുവരാറുണ്ട് ആൺകുട്ടികളെ. ഒരു 14-15 വയസ്സ് പ്രായമുള്ള ആൾക്കാരിൽ സ്തന വളർച്ച, അവർക്ക് അത് കാരണം ഭയങ്കര ഒരു ഫ്രണ്ട്സ് കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നോർമലി പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്ട്രോൺ യൗവനത്തിൽ കൂടുമ്പോൾ, പ്യൂബർട്ടിയിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് കൂടും. അപ്പോൾ അത് ഈസ്ട്രോജനായിട്ട്, സ്ത്രീകളുടെ ഹോർമോണായിട്ട് നോർമലി കൺവേർട്ട് ആവും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസിലുള്ള പ്രശ്നം കാരണം നോർമലി ആൺകുട്ടികളിൽ സ്തന വളർച്ച കാണാറുണ്ട് യൗവനത്തിൻ്റെ സമയത്ത്. അത് 1-2 വർഷത്തിൽ സാധാരണമായിട്ടും പോകേണ്ടതാണ്. ചില ആൾക്കാരിൽ അത് പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾക്ക് പിന്നീട് സർജറി വഴിയോ വല്ലതും നീക്കം ചെയ്യേണ്ടി വരും. പക്ഷേ ഇനിഷ്യൽ യൗവനത്തിലോട്ട് കയറുന്ന സമയത്ത് ഈ ഒരു പ്രക്രിയ, സ്തന വളർച്ച ആൺകുട്ടികളിൽ
സാധാരണമായും കാണാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളിലെ പ്രമേഹത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രമേഹവും അതേപോലെ തന്നെ ഈ മുതിർന്നവരിൽ ഉണ്ടാകുന്ന പ്രമേഹവും ഏത് രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ചില കുട്ടികളൊക്കെ ഇൻസുലിൻ ഉപയോഗിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ കുഞ്ഞുങ്ങളിലെ പ്രമേഹം എങ്ങനെയാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇവരിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കൂടുതലായിട്ട് കാണുക. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസ് എന്നുള്ള ഗ്രന്ഥിയിൽ നിന്നാണ് ഇൻസുലിൻ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുന്നില്ല. അത് കാരണം വരുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 1. മുതിർന്നവരിൽ കോമൺ ആയിട്ടും കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല റെസിസ്റ്റൻസ് കാരണം. സാധാരണമായിട്ടുള്ള റീസൺ ഒരു അമിതവണ്ണമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ അല്ലാത്ത ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ഡയബറ്റീസ് ടൈപ്പ് 1 ആണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ വളരെയധികം ഉറപ്പായിട്ടും നമ്മൾ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ചില ആൾക്കാർ ഇങ്ങനെ ജീവിതശൈലി മാറ്റിയാൽ ഡയബറ്റീസ് മാറും എന്നുള്ള പരസ്യമൊക്കെ കണ്ട് അങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ അത് മെയിനായിട്ട് ടൈപ്പ് 2-ന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ മാത്രമാണ് ഒരു പോംവഴി. തൽക്കാലം നമുക്ക് ഇഞ്ചെക്ഷൻസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരിക്കലും ടൈപ്പ് 1 ഉള്ള ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ഒരിക്കലും നിർത്തരുത്. ഡോക്ടറിനെ കാണുക, കണ്ടിന്യൂസ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡോക്ടർ, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചു കുഞ്ഞുങ്ങളിലെ തൂക്കത്തിലുള്ള വ്യത്യാസം. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തൂക്കം വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തൂക്കം കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു ഹോർമോൺ വ്യതിയാനത്തിൻ്റെ ഒരു കാരണമാണോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ തൂക്കം കുറഞ്ഞ കുഞ്ഞിന് ഈ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പം ജനിക്കുമ്പോൾ കുഞ്ഞിനിപ്പോൾ വളരെ വെയിറ്റ് കുറവാണ്. അവർ നമ്മൾ സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്നാണ് പറയുക. അതിനും നമ്മുടെ കയ്യിൽ ചാർട്ട്സ് ഉണ്ട്. ഓരോ പ്രസവിക്കുന്ന സമയത്തിനനുസരിച്ചുള്ള വെയിറ്റ്. ഇപ്പോൾ 37 ആഴ്ചയിൽ ജനിക്കുന്ന ഒരു കുട്ടി 32 ആഴ്ചയിൽ ജനിക്കുന്ന കുട്ടിക്കും ഒരു തരത്തിലായിരിക്കില്ല വെയിറ്റ്. അപ്പോൾ അതനുസരിച്ച് അവർ സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് ബേബീസ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മാതാപിതാക്കളായാലും അപ്പൂപ്പൻ അമ്മൂമ്മമാരായാലും കൂടുതലായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും തടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ വളരെ അറ്റ് ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ജീവിതശൈലി രോഗങ്ങളാണ്. അതായത് പൊണ്ണത്തടി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം ഇങ്ങനത്തെ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നു. അപ്പോൾ ജനിക്കുമ്പോൾ തൂക്കക്കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നോർമൽ ഭക്ഷണ രീതി നമ്മൾ കൊടുക്കണം. കൂടുതലായിട്ടും നമ്മൾ കൊടുക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഡോക്ടർ, ഈ നവജാത ശിശുക്കളിൽ തന്നെ നമുക്കിപ്പോൾ ഹോർമോൺ വ്യതിയാനം കണ്ടെത്താനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ മാർഗങ്ങളാണ്? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ എല്ലാവർക്കും ന്യൂ ബോൺ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളിലായാലും അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ന്യൂ ബോൺ സ്ക്രീനിങ്ങിൽ നമ്മൾ എൻഡോക്രൈൻ റിലേറ്റഡ് അസുഖങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഹൈപ്പോതൈറോയിഡിസം, കഞ്ചനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസും കഞ്ചനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ എന്ന് പറഞ്ഞ 2 അസുഖങ്ങളാണ് നമ്മുടെ ന്യൂ ബോൺ സ്ക്രീനിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു നവജാത ശിശുവിൽ തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഹോർമോൺ സ്ക്രീനിങ് നടത്തുന്നത്. അതുപോലെ കഞ്ചനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ എന്നുള്ള അസുഖം പല തരത്തിലുണ്ട്. എന്നാലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അവർ ജനിക്കുമ്പോൾ നമുക്ക് അവരുടെ പുറമേ ഉള്ള ജെനിറ്റേലിയ വെച്ചിട്ട് അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ചില ആൺകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ ഒരു അവസ്ഥയല്ല, അവർ വരുന്നത് വളരെയധികം അവശരായി, ഷോക്ക്, അതായത് രക്തയോട്ടം കുറഞ്ഞ്, BP കുറഞ്ഞ്, ഷുഗർ കുറഞ്ഞൊരവസ്ഥയിലാണ് നമ്മുടെ നവജാത ശിശു നഴ്സറിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തടയാൻ പറ്റും നമ്മുടെ ഈ ന്യൂ ബോൺ സ്ക്രീനിങ് കാരണം. കുറേ പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഗർഭസ്ഥാവസ്ഥയിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്, സ്കാനിങ് വഴി അത്തരത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഹോർമോൺ വ്യതിയാനം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് നമുക്ക് മനസ്സിലാകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ? സാധാരണമായി നമ്മൾ കാണുന്നത് അമ്മമാരിലുള്ള ഷുഗർ, പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ കുഞ്ഞിന് ഭാരക്കൂടുതലും ചിലപ്പോൾ ഹൃദയത്തിനൊക്കെ വല്ല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. എന്നാലും ഗർഭിണിയായ അമ്മമാർ അവരുടെ പഞ്ചസാരയുടെ അളവ്, അവർ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ നന്നായി കൺട്രോൾ ചെയ്യണം. അതാണ് മെയിനായിട്ട്. പിന്നെ തൈറോയിഡ് ഉള്ള അമ്മമാരും നമ്മൾ മരുന്നിൻ്റെ അളവ് കൂട്ടും ഗർഭാസ്ഥാവസ്ഥയിൽ. എന്നിട്ട് പിന്നെ ഓരോ മാസവും നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മുടെ ലെവൽസൊക്കെ നോർമൽ ആണല്ലോ എന്നുള്ളത്. ശരി ഡോക്ടർ, അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഹോർമോൺ വ്യതിയാനങ്ങൾ, കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമോ? കാരണം ഇപ്പോൾ മുതിർന്നവരാകുമ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മെഡിസിൻ, അതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ്?
അപ്പോൾ ഇതിപ്പോൾ ഹോർമോൺ വ്യതിയാനം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബ്രോഡ് ടോപ്പിക്കാണ്. അപ്പം ഇപ്പോൾ തൈറോയിഡിൻ്റെ അസുഖമുള്ള ഒരു കുട്ടി, ഒരു ഗ്രന്ഥി ഇല്ലാത്തൊരു കുട്ടിയാണ് തൈറോയിഡിൻ്റെ എങ്കിൽ ജീവിതകാലം മൊത്തം ഒരു ചെറിയ ഗുളികയായ തൈറോക്സിൻ എന്തായാലും കഴിക്കേണ്ടി വരും. അതേപോലെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടിയാണെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്ക് ഇൻസുലിൻ എന്നുള്ള മരുന്ന് എടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ചികിത്സാ രീതി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ആ മരുന്ന് കൃത്യമായി കഴിച്ചാൽ നമുക്ക് ജീവിതം ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചില അസുഖങ്ങൾ, ഇപ്പോൾ കാലിലെ വളവ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കാൽഷ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ചില രീതിയിലുള്ള റിക്കറ്റ്സ് ആണെങ്കിൽ നമ്മൾ അപ്പോൾ കാൽഷ്യം വൈറ്റമിൻ ഡിയും കൊടുത്തത് കറക്റ്റ് ചെയ്താൽ പിന്നെ ചിലപ്പോൾ നമ്മൾ സാധാരണ ഭക്ഷണ രീതി കഴിച്ചാൽ തന്നെ ആ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ഒരു മാറ്റം, ഹോർമോൺ വ്യതിയാനങ്ങൾ, അവരുടെ ഈ മാറ്റങ്ങൾ നമുക്ക് നേർക്കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അവരുടെ ഏതെങ്കിലും രീതിയിലോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായും. ചില കുട്ടികൾ അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഒ പിയിലോട്ട് ഇപ്പോൾ ഒരു പൊണ്ണത്തടിയുള്ള കുട്ടി വരുവാണെങ്കിൽ എനിക്കത് ഭക്ഷണം കഴിച്ചിട്ടുള്ള തടിയാണോ അതോ അതുപോലെ ജെനറ്റിക് കോസസ് ആണോ എന്നുള്ളത് നോക്കാൻ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ജെനറ്റിക് സിൻഡ്രോംസ് ആകുമ്പോൾ കുട്ടി 5 വയസ്സിൽ താഴെ ആയിരിക്കും വരുന്നത്, ചെറിയ ബുദ്ധിമാന്ദ്യം ഉണ്ടാവാം, പഠിത്തത്തിലൊക്കെ പുറകോട്ടിലാകാം ചിലപ്പോൾ. പിന്നെ നോക്കുവാണെങ്കിൽ കയ്യിലൊരു എക്സ്ട്രാ വിരലുണ്ട്, പിന്നെ അതേപോലെ കൈ ചെറുതാണ്, അങ്ങനെ കുറേ സിൻഡ്രോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് പൊണ്ണത്തടിയുടെ കാരണം പറയാൻ പറ്റും. അതേപോലെ ഹൈറ്റ് കുറഞ്ഞ ചില കുട്ടികളെ നമുക്ക് കണ്ടാൽ തന്നെ ഈ ടേണർ സിൻഡ്രോം എന്നൊക്കെ പറയും പെൺകുട്ടികളിൽ. അപ്പോൾ അവരിൽ ചില ഫീച്ചേഴ്സ് ഉണ്ട്. അവരുടെ കഴുത്ത് വളരെ ഷോർട്ടായിരിക്കും, കുറച്ച് കറുത്ത പാടുകളൊക്കെ മുഖത്ത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പം അച്ഛനമ്മമാർക്ക് അത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ആസ് എ ഡോക്ടർ നമുക്കൊരു പേഷ്യൻ്റ് ഒ പിയിലോട്ട് വരുമ്പോൾ പല എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് കുറേ ഡയഗ്നോസ്റ്റിക് ക്ലൂസ് കിട്ടും ഈ അസുഖം എന്താണെന്നുള്ളത്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ശാസ്താംകോട്ടയിൽ നിന്ന് ആതിരയാണ്. ആതിര, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ആതിര, പറഞ്ഞോളൂ. മാഡം, എനിക്ക് മോന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ തൈറോയിഡ്, PCOD, പിന്നെ ഷുഗർ ഇത് ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. മോനിപ്പോ 8 വയസ്സായി. ഞങ്ങൾ വേറൊരു കുഞ്ഞിനും കൂടെ നോക്കുന്നുണ്ട്. അന്നേരം ഇത് ഇത്രയും വെച്ചിട്ട് ഞാൻ വേറൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ, ജനിക്കുന്ന കുഞ്ഞിന്? ഓക്കെ. അപ്പോൾ ആതിര ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര വെയിറ്റ് കൂടിയിട്ടുണ്ട് ആതിര? ഫസ്റ്റ് ഡെലിവറി എനിക്ക് വെയിറ്റ് ഒരു 65 78 ആയി. അതെ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. 23 കിലോ കൂടിയത് കാരണമാണ് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസും PCOSും എല്ലാം ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ ഭാരം നോർമൽ രീതിയിലോട്ട് കൊണ്ടുവന്ന് പ്രഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും സേഫ്. ബിക്കോസ് പ്രഗ്നൻസി സമയത്തുള്ള വെയിറ്റ് ഗെയിനും ആ സമയത്തുള്ള വെയിറ്റും എല്ലാം തന്നെ കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു പ്രഗ്നൻസിക്ക് എതിരായ ഒരു കാര്യമല്ല. അതായത് ഇങ്ങനെയുള്ളത് കാരണം പ്രഗ്നൻ്റ് ആവരുത് എന്നല്ല. എന്നാലും ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടെ ജീവിതശൈലി മാറ്റി, നമ്മുടെ ഭക്ഷണക്രമം മാറ്റി, ഡെയിലി ലളിതമായ എക്സസൈസ്, അതായത് ഒരു 30 to 40 മിനിറ്റ് നടക്കുക, ഭക്ഷണത്തിൽ നമ്മൾക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും പഞ്ചസാര ഒഴിവാക്കുക, എണ്ണമയമുള്ള ഭക്ഷണം ഒഴിവാക്കുക, എന്നിട്ട് നമ്മുടെ പഴയ വെയിറ്റിലോട്ട് എത്താൻ ശ്രമിക്കുക. എന്നിട്ട് പ്രഗ്നൻ്റ് ആവുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഡോക്ടർ, നമ്മൾ നേരത്തെ ഒരു പ്രേക്ഷക വിളിച്ചപ്പോൾ പറഞ്ഞുണ്ടായി പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? അതായത് ഒരു ഗർഭിണി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ കറക്റ്റായിട്ട് പോഷകാഹാരം എടുക്കുക, പിന്നെ പറഞ്ഞിരിക്കുന്ന അത്രയും പ്രീനേറ്റൽ വൈറ്റമിൻസ്, അതായത് ആദ്യം തന്നെ ഫോളിക് ആസിഡ്, പിന്നെ 3 മാസം കഴിയുമ്പോൾ അയണും കാൽഷ്യവും തുടങ്ങും. അപ്പോൾ അതൊക്കെയാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ചികിത്സാ രീതികളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലും എന്തെല്ലാം സേവനങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ലഭ്യമാവുന്നത്? ഇപ്പോൾ എൻഡോക്രൈനോളജി ഡിസോർഡേഴ്സിന് വേണ്ടി നമുക്ക് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ തിങ്കളും ബുധനുമാണ് ഞങ്ങളുടെ OPD ദിവസങ്ങൾ. പിന്നെ സാറ്റർഡേ ദിവസവും OPD ഉണ്ട് കുഞ്ഞുങ്ങളുടെ എൻഡോക്രൈൻ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ, ആ ഒരു ചികിത്സാ രീതികളെ പറ്റി പറയാമോ? ഇപ്പോൾ ആശുപത്രികളിൽ, ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചികിത്സാ രീതികളെ പറ്റി പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഓരോ അസുഖങ്ങളിലെ എന്താ പറയുക, അസുഖങ്ങളെ പോലെ ഇരിക്കും അതിൻ്റെ ചികിത്സാ രീതി. ഇപ്പോൾ തൈറോയിഡ് ശരീരത്തിൽ അളവ് കുറയുകയും ചെയ്യുക, കൂടുകയും ചെയ്യുക. കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾക്ക് തൈറോയിഡ് ഹോർമോൺ പുറത്തിൽ നിന്ന് കൊടുക്കും. അതേപോലെ തൈറോയിഡ് ഹോർമോൺ കൂടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിലും നമ്മൾ തൈറോയിഡ് ഹോർമോണിനെ കുറയ്ക്കാനുള്ള ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് കൊടുക്കാം. പിന്നെ ചില ആൾക്കാരിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുക്കേണ്ട ആവശ്യം വരും. അത് ഓരോ കേസ് ടു കേസ് ബേസിസിലാണ്. ആർക്ക് ഏതാ വേണ്ടതെന്ന് നമുക്ക് പേഷ്യൻ്റ് അനുസരിച്ച് തീരുമാനിക്കുക. പിന്നെ അതേപോലെ ഹൈറ്റ് കുറഞ്ഞു വരുന്ന ഒരാളാണെങ്കിൽ ആദ്യം നമ്മൾ ന്യൂട്രീഷണൽ ആണോ നോക്കും, അതായത്
ഭക്ഷണത്തിൻ്റെ കുറവ് കാരണമാണെങ്കിൽ അത് അഡ്വൈസ് ചെയ്യും, ഹോർമോൺ കാരണമാണെങ്കിൽ ആ മരുന്നുകൾ. പിന്നെ അതേപോലെ ആർത്തവം നേരത്തെ തുടങ്ങുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അത് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചെക്ഷൻസ് ഉണ്ട് 3 മാസം കൊടുക്കുന്ന GnRH അനലോഗ്സ്, അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതേപോലെ ഈ CAH എന്ന് പറഞ്ഞ അസുഖം, കഞ്ചനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ, നമുക്ക് കുഞ്ഞിൻ്റെ ബാഹ്യരൂപം കണ്ടിട്ട് അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സ്റ്റിറോയിഡാണ് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ സ്റ്റിറോയിഡ് എന്നുള്ള മരുന്നെന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് വളരെ മോശമല്ലേ ശരീരത്തിന്, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കുഞ്ഞിന് എന്താണോ ഇല്ലാത്തത് അതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിറോയിഡ് ഞങ്ങളുടെ പ്രിസ്ക്രിപ്ഷനിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ എഴുതാറുള്ള ഒരു മരുന്നാണ്. പിന്നെ അതേപോലെ പൊണ്ണത്തടിയുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡയറ്ററി അഡ്വൈസും എക്സസൈസും അഡ്വൈസ് ചെയ്തിട്ട് നമ്മൾ ഫോളോ അപ്പിൽ നോക്കും എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ മിഠായി പദ്ധതിയുണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഇൻസുലിൻ കൊടുക്കുന്നതാണ്. അപ്പം ഇൻസുലിൻ ടൈപ്പ് 1 ഡയബറ്റീസിന് 4 നേരമുള്ള ഇൻസുലിനാണ് നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഡയറ്റ് പ്ലാനിനെ കുറിച്ചൊക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരും കഴിക്കേണ്ടത് ഒരു ഹെൽത്തി ഡയറ്റാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാരും ആ ഹെൽത്തി ഡയറ്റാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ അര പ്ലേറ്റിൽ നമ്മൾ വെജിറ്റബിൾസ്, എങ്ങനത്തെ വെജിറ്റബിൾസ് ആയിരിക്കണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂട്ടിയാൽ നമ്മുടെ തടി വീണ്ടും കൂടും. അപ്പോൾ ഇലക്കറികൾ, അതുകൂടാതെ വെള്ളം അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, കുക്കുംബറൊക്കെ പോലത്തെ, അപ്പോൾ അതായിരിക്കണം നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന 2 കൈകൾ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഒരു പ്ലേറ്റിൻ്റെ ബാക്കി ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ അരി, ചോറ് അല്ലെങ്കിൽ ദോശ, ഇഡലി, ചപ്പാത്തി. ഇപ്പം നമ്മൾ കേരളീയർ കൂടുതലായിട്ടും ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ 1 തവിയോ 2 തവിയോ ചോറ് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ ബാക്കി ഇനി ഒരു കാൽഭാഗവും കൂടെയുണ്ട്. ആ കാൽഭാഗം പ്രോട്ടീനിന് വേണ്ടി മാറ്റി വെക്കണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളാവാം, അല്ലെങ്കിൽ ഇറച്ചി, മീനാവാം. അപ്പോൾ ഇറച്ചി, മീൻ ഇതെല്ലാം ഫ്രൈഡ് അല്ലാതെ കറി രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ വളരുന്ന കുട്ടിയായാലും നമ്മളായാലും ദിവസേന 2 ഗ്ലാസ് പാല് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടായിരിക്കണം. പിന്നെ അതേപോലെ ഇത് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും മസ്റ്റായിട്ട് 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു രീതിയിലുള്ള കളിക്കൽ വേണം. നമ്മൾ പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ഓടിച്ചാടി കളിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന കാരണം കൂടുതലും ഇൻഡോറാണ്. എന്നാലും താഴെ ചെറിയൊരു മിറ്റം എല്ലാ വീട്ടിലും കാണും. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളായിട്ട് എൻഗേജ് ചെയ്ത് ഒരു 1 അവറെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ അമിതവണ്ണം എന്നുള്ളൊരു എപ്പിഡമിക്, അതൊരു വലിയ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അസുഖമായി മാറാൻ പോവുകയാണ്. ബിക്കോസ് ഇന്നത്തെ തലമുറയാണ് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഭക്ഷണവും വ്യായാമവും ഈ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ നോക്കണം. ഡോക്ടർ, ഇപ്പോൾ അമിതവണ്ണം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് എന്നൊരു സംഭവം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെ ആയിരിക്കുമോ? ഓക്കെ, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പല കാരണങ്ങളും കൊണ്ടാവാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഹൈപ്പർ ആക്റ്റീവായിട്ട് വരുവാണെങ്കിൽ ഞാനിപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൂടുതലാണോ എന്നൊക്കെ നോക്കും. എന്നാലും ഇപ്പോൾ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ യൂഷ്വലി അതിനുള്ള സ്കെയിൽസ് ഉണ്ട്, ആക്ച്വലി ആ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ട്രിവാൻഡ്രത്ത് CDC ഉണ്ട്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അവിടെ വിട്ട് ആ കുട്ടിക്ക് ഒരു ഇവാലുവേഷൻ വേണ്ടി വരും. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴും ഹോർമോൺ വ്യതിയാനം കൊണ്ടാവണം എന്നില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ ഒരു പ്രായം കഴിയുമ്പോഴുള്ള വളർച്ചയെപ്പറ്റിയും രീതികളെപ്പറ്റിയൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ചില കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ ഒരുപാട് ഡിലേ ആവുന്നു, ഒരു പ്രായം കഴിഞ്ഞിട്ടും അവർ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അത് വളരെയധികം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ടുള്ള നമ്മുടെ സംസാരം കുറയുന്നു. കുട്ടികൾ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പോലും അവരെ TVയും മൊബൈലുമാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ സംസാരിക്കാനുള്ള ആ ഒരു ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് പ്രധാനമായിട്ടുള്ള റീസൺ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സംസാരം ഇത്തിരി കുറഞ്ഞു വരുന്നത്. പിന്നെ ഇപ്പോൾ തൈറോയിഡ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഹൈപ്പോതൈറോയിഡ് ആയിട്ടുള്ളൊരു കുഞ്ഞിനും ഡെവലപ്മെൻറ്റൽ ഡിലേ, അതായത് വേണ്ട ഡെവലപ്മെൻറ്റ് വേണ്ട സമയത്ത് ഉണ്ടാവാതെ ഇരിക്കാം. പക്ഷെ പ്രധാനമായിട്ടും ഈ അമിത സ്ക്രീൻ ടൈം കാരണമാണ് കുഞ്ഞുങ്ങളിൽ ഇപ്പം സംസാരശേഷിയൊക്കെ കുറച്ച് ലേറ്റായിട്ട് വരുന്നത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഡയറ്റ് പ്ലാനിനെ പറ്റി പറഞ്ഞു. അത് അവരുടെ ശാരീരികമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മാനസികമായിട്ടും അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്?
അപ്പോൾ മെയിനായിട്ടും ഇപ്പം പൊണ്ണത്തടി കാരണമുള്ള ഒരു ബുദ്ധിമുട്ട് കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിന് പ്രശ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ തുടങ്ങണം. ബാക്കി ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളല്ലാതെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പ്രധാനമായിട്ടും സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ഒരു കൗൺസിലിംഗ്, എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് അറിയാൻ. അപ്പം പ്രൈമറി ആയിട്ട് നമുക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്നും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എന്താണ് അവരിലുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണമെന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറിൻ്റെയും കൂടെ ഒരു ഹെൽപ്പ് തീർച്ചയായും വേണ്ടിവരും. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിലെ ഹോർമോൺ തകരാറുകളെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം രേഷ്മയാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.